കേരളത്തിലൊരു എയിംസ് വരിക എന്ന് പറയുന്നത് വലിയൊരു ചർച്ചാ വിഷയം തന്നെയാണ് മാറിക്കഴിഞ്ഞു. ഇപ്പം പ്രത്യേകിച്ച് സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ MP ആയതിനു ശേഷം വലിയ രീതിയിൽ അതിനെ ഒരു ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. 2015 തൊട്ട് അദ്ദേഹം ഇതിൻ്റെ പുറകെ നടക്കുന്നതാണ് സാർ തന്നെ പറഞ്ഞത്. ശേഷം ഈ വിഴിഞ്ഞം പ്രോജക്റ്റൊക്കെ അന്ന് ഇതിൻ്റെ പുറകെ നടന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കൊച്ചി മെട്രോ അങ്ങനെ ഒരുപാട് നമ്മുടെ വന്ന വലിയ പ്രോജക്റ്റുകളിലെ പാർട്ടാണ് സാർ എന്ന് പറയുന്നത്, സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അപ്പം തൃശ്ശൂർ ഇത്തവണ ജയിച്ചത് കൊണ്ട് തന്നെ കിട്ടാൻ ചാൻസ് ഉള്ള കുറേ സ്ഥലങ്ങൾ ഇപ്പം ഇപ്പോൾ കേൾക്കുന്ന ഒരു അസംഷൻ അല്ലാതെ അതിൻ്റെ പുറത്തുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ള 2 സ്ഥലമെന്ന് വെച്ചാൽ ഒന്ന് കാസർഗോഡാണ്. കാസർഗോഡ് നമ്മുടെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വലിയ ഇഷ്യൂ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിന് ഉപയോഗമാവും, തമിഴ്നാട്, കർണാടക. അപ്പം 3 സ്റ്റേറ്റിന് ഈവൻ ഗോവയ്ക്ക് വരെ വളരെ അടുത്താണ്. അപ്പം ഒരുപാട് സ്റ്റേറ്റുകൾക്ക് ഉപയോഗപ്രദമാവും ഇപ്പോൾ കാസർഗോഡ് വന്നു കഴിഞ്ഞാൽ. അതല്ല തൃശ്ശൂരുകാർക്കാണെങ്കിൽ തൃശ്ശൂർ പാലക്കാട് ബോർഡറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പാലക്കാട്, അട്ടപ്പാടി, കോയമ്പത്തൂർ, തമിഴ്നാട് കേരളത്തിൻ്റെ ഒരു മധ്യഭാഗത്താണ്. അപ്പം എല്ലാം കൊണ്ടും അതും ഒരു നല്ല പ്ലേസാണ്. തൃശ്ശൂർ പാലക്കാട് വന്നാലും ശരിക്കും ഉപയോഗപ്രദമാണ്. കോഴിക്കോട് വരേണ്ട ആവശ്യമില്ല. കോഴിക്കോട് കിനാലൂരിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ മാഫിയകൾ കുറേ സ്ഥലങ്ങൾ വാങ്ങി ഇട്ടേക്കുവാണ്. അതറിയാലോ എന്താ നടക്കുന്നത് ഇവിടുത്തെ കാര്യം. ആൾറെഡി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉണ്ട്, അവിടെയൊക്കെ സത്യമായിട്ട് നല്ല ഹോസ്പിറ്റൽസും ഉണ്ട്. അതിപ്പം അതിൻ്റെ കൂടെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പം മെഡിക്കൽ കോളേജ് ഇല്ലാത്തൊരു സ്ഥലത്തായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് പാലക്കാടോ കാസർഗോഡോ തൃശ്ശൂരുണ്ട്. പക്ഷെ എന്നാലും തൃശ്ശൂർ MP എന്നിലേക്ക്, കാരണം നമുക്ക് വർഷാവർഷങ്ങളായി ഇവിടെ LDFിനെ UDFിൻ്റെ MP പോയിട്ട് വെറുതെയാണ് സത്യം പറഞ്ഞു. ഇപ്പം ഞാനൊക്കെ ആറ്റിങ്ങലിലെ ഇതാണ്. കാരണം ഇവിടെ ഒരു വികസനം സെൻട്രൽ ഗവൺമെൻറ് ഒരു ESI മെഡിക്കൽ കോളേജ് കഴിഞ്ഞ തവണ കൊണ്ടുവന്നു. ആറ്റിങ്ങലൊരു ബൈപ്പാസ്, ഇതാണ് ഒരു MP ചെയ്തത്. സോ MP എന്ന നിലയ്ക്ക് സുരേഷ് ഗോപി അവിടെ ജയിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കാരണം സ്വന്തം പോക്കറ്റിലെ കാശ് എടുത്താണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അത് എത്ര രാഷ്ട്രീയക്കാർ ഇവിടെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കേണ്ടതാണ്. സോ അദ്ദേഹം ചെയ്യുന്ന ആ കാര്യം അപ്പോഴത്തേക്ക് അദ്ദേഹത്തിനെ ജയിപ്പിച്ച് വിട്ട തൃശ്ശൂർക്കാർക്ക് ഒരു സമ്മാനം എന്ന രീതിയിൽ തൃശ്ശൂർ പാലക്കാട് ബോർഡറിൽ വരാനൊരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പാലക്കാട് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കാസർഗോഡ് വരാൻ. ഇപ്പോൾ കൊല്ലത്തിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. കൊല്ലത്ത് ശരിക്കും പറഞ്ഞാൽ ഇനിയൊരു മെഡിക്കൽ കോളേജ് വെക്കാതിരിക്കുകയാണ് നല്ലത്. ഇപ്പം കൊല്ലം ടു ട്രിവാൻഡ്രം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് എത്ര മെഡിക്കൽ കോളേജാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പാരിപ്പള്ളി മെഡിക്കൽ കോളേജായിട്ട് ESIയിലായിരുന്നത് സ്റ്റേറ്റിലോട്ട് മാറ്റി. മറ്റേ പാലക്കാട് മെഡിക്കൽ കോളേജ് കണക്ക് തന്നെയാണ്. വലിയൊരു സെറ്റപ്പ് ഒന്നും അല്ല, ജസ്റ്റ് 3-4 ബിൽഡിങ്ങേ ഉള്ളൂ. ഈ റെക്കഗ്നൈസേഷൻ ഇനി കിട്ടണമെന്നുള്ള ഒരു വലിയൊരു കാര്യമുണ്ട്. കാരണം അത്ര ഒരു വലിയൊരു എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചറും കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ല പാരിപ്പള്ളിയിലേക്ക്. അവിടെ വെറുതെയാണ് മെഡിക്കൽ കോളേജ് കൊടുക്കുന്നത്. അത് ESIയിലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അസീസിയ മെഡിക്കൽ കോളേജ് ഉണ്ട്. കൊല്ലത്ത് 2 NS മെഡിസിറ്റി അങ്ങനത്തെ പലയിടത്തും ഇപ്പം അത് മെഡിക്കൽ കോളേജായിട്ട് മാറി. ട്രാവൻകൂർ മെഡിസിറ്റിയൊക്കെ അവിടെ സ്റ്റുഡൻസ് ഉണ്ട്, മെഡിക്കൽ കോളേജ് തന്നെയാണ് അവിടെ. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുള്ള ഒരു സ്ഥലമാണ് കൊല്ലം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഗോകുലം മെഡിക്കൽ കോളേജുണ്ട്. ഇപ്പോഴത്തെ ശിവഗിരിയുടെ അവരുടെ വലിയ ഹോസ്പിറ്റൽ, അവിടെയൊക്കെ DNB കോഴ്സുകൾ പലതുണ്ട്. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ഹബ്ബാണ് ശരിക്കും പറഞ്ഞാൽ. ഇഷ്ടംപോലെ ഹോസ്പിറ്റലുണ്ട്, ഇഷ്ടംപോലെ പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് സെറ്റപ്പ് തന്നെ. RCC ശ്രീ ചിത്ര, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, പിന്നെ സാമുവലിൻ്റെ SUT ഉണ്ട്. പിന്നെ അങ്ങനെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഹബ്ബായിട്ട് മാറി ട്രിവാൻഡ്രം, കൊല്ലത്തിൻ്റെ ആദ്യത്തെ ഒരു പാർട്ട്. അത് കഴിഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൻ്റെ ഒരു അപര്യാപ്തത കേരളത്തിലുള്ളത് ശരിക്കും. അപ്പം എയിംസ് വരുമ്പം ആദ്യം ട്രിവാൻഡ്രത്തിൻ്റെ നെയ്യാറ്റിൻകര ഭാഗത്ത് എയിംസ് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രാജീവ് ചന്ദ്രശേഖർ സാറൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും ട്രിവാൻഡ്രത്ത് ആൾറെഡി ഒരുപാട് മെഡിക്കൽ കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ആരോഗ്യ മേഖല ഒട്ടും ഡെവലപ്ഡ് അല്ലാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ. ഇപ്പോൾ കാസർഗോഡ് ആയാലും പാലക്കാടൊക്കെ ആയാലും. സോ അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഡെവലപ്ഡ് ആയ ഒരു സ്ഥലത്ത് ഒരുപാട് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് ഒരു എന്താ പറയുക അവിടെയൊക്കെ പിന്നും ഇങ്ങനത്തുള്ള സാധനങ്ങൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ആവത്തേ ഉള്ളൂ ഭാവിയിൽ. സോ ഏറ്റവും നല്ലത് എയിംസ് വരാൻ ഏറ്റവും നല്ലത് ഇപ്പം നോക്കുമ്പം പാലക്കാട്, തൃശ്ശൂർ അല്ലെങ്കിൽ കാസർഗോഡ് ഇതായിരിക്കും. അല്ലാതെ കൊല്ലത്തൊന്നും ഇനി എയിംസ് വരുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ ആവശ്യം ബേസിക്കലി ഇല്ല കൊല്ലത്തിന് അത്യാവശ്യം നല്ല
പ്രൈവറ്റ് ആയാലും മെഡിക്കൽ കോളേജ് ആയാലും സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അതൊന്ന് ശരിയാക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ സത്യം പറഞ്ഞു. സോ എയിംസ് വരട്ടെ. എയിംസ് എന്തായാലും തൃശ്ശൂരിൽ അല്ലെങ്കിൽ പാലക്കാട് മേ ബി അതാവാനാണ് ചാൻസ്. ഇപ്പം ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന വാക്ക് അതാണ്. അല്ലെങ്കിൽ കാസർഗോഡൊക്കെ എന്ന് പറയുമ്പം പ്രശ്നം എന്ന് പറയുന്നത് കേരളക്കാർക്ക് അത് വലിയ ഉപയോഗപ്രദമാകത്തില്ല. അത് ഒരു എൻഡ് പോയിന്റ് ആയി പോകും. അപ്പം സോ തൃശ്ശൂർ പാലക്കാട് ഇതാണ് ഇപ്പം അവസാനമായിട്ട് എത്തി നിൽക്കുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ എയിംസ് വരട്ടെ, തൃശ്ശൂർ പാലക്കാട് തന്നെ വരട്ടെ. ഒരു മധ്യ കേരളം എന്ന രീതിയിൽ എല്ലാവർക്കും ഉപയോഗപ്രദമാകും. പ്രത്യേകിച്ച് പാലക്കാട് വേണം. പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. വെറുതെ അവിടെ ജസ്റ്റ് ഒരു ഡിഗ്രിക്ക് മാത്രമെന്നുള്ള കാര്യമുള്ളൂ. അതുകൊണ്ട് അവിടെ തന്നെ വരട്ടെ. അവിടെ തന്നെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കാസർഗോഡിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഇങ്ങനെ പറയുന്നേ ഉള്ളൂ, അത് ഫൈനലൈസ്ഡ് ആയിട്ടില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് ഇപ്പം എയിംസ് കണക്കൊരു സ്ഥലത്തിൻ്റെ പ്രപ്പോസൽ നമ്മൾ ഒരു സ്റ്റേറ്റാണ് കൊടുക്കുന്നത്. അവർ സ്ഥലം ഏറ്റെടുത്ത് അവർ പ്രപ്പോസൽ കൊടുക്കണം. അപ്പോൾ സെൻട്രൽ അതിൻ്റെ ബഡ്ജറ്റിൻ്റെ സമയത്ത് അതിൻ്റെ വിഹിതം അവരിത് കൊടുക്കും. അതങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോഴത്തേക്ക് കേരളം ആൾറെഡി ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ കോഴിക്കോട് കിന്നാലൂരിൽ സ്ഥലം എടുത്ത് ഒരു മാഫിയ സംഘം കണക്കോടെ പ്രവർത്തിക്കുകയാണ്. അവരുടെ സ്ഥലം എടുത്ത് പ്രൈവറ്റുകാരിൽ നിന്ന് ഇനിയും സ്ഥലം എടുക്കാനുണ്ട് അവിടുത്തെ. ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് കേൾക്കുന്ന അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അവിടെ വീട് വയ്ക്കാൻ നിവർത്തിയില്ല, ലോൺ എടുക്കാൻ നിവർത്തിയില്ല, വിൽക്കാൻ നിവർത്തിയില്ല. കാരണം ഗവൺമെൻറ് പ്രൊസീഡിങ് അങ്ങനെ ഒരു പാർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു എന്താ പറയുക ഫൈനലൈസ് ചെയ്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ പാലക്കാട് ഭാഗത്ത് തന്നെ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എല്ലാം കൊണ്ടും കോഴിക്കോട് ആൾറെഡി ഉണ്ടല്ലോ നല്ല മെഡിക്കൽ കോളേജ്. എയിംസിൻ്റെ ആവശ്യമില്ല. അവിടെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്തോ ചെയ്യും. പക്ഷെ അതാണെങ്കിലല്ല, തൃശ്ശൂരോ പാലക്കാടോ വന്നു കഴിഞ്ഞാൽ മധ്യ കേരളം ശരിക്കും ഒരു സെൻട്രൽ പാർട്ടാവും. അപ്പം ബാക്കി എല്ലാവർക്കും എത്താനും അവിടെ എന്താ പറയുക അവിടെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് പാലക്കാടൊക്കെ ശരിക്കും വേണം ഇങ്ങനെയുള്ള വലിയൊരു സംഭവങ്ങൾ. അവിടെ ഡെവലപ്മെൻറ്റ് എന്ന രീതിയിൽ ഭയങ്കര ഒട്ടും ഒന്നും എത്തിപ്പെട്ടാത്തൊരു സ്ഥലമാണ് ശരിക്കും പാലക്കാട് എന്ന് പറയുന്നത്. നമ്മൾ ഇടയ്ക്ക് പോയ സമയത്ത് കണ്ടായിരുന്നു. സോ വരട്ടെ, പാലക്കാട് വരട്ടെ.